നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഇരന്ന് പണി വാങ്ങിക്കൊണ്ടേയിരിക്കും. അതിൽപ്പെട്ട ഒരു ടീമാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. സമാധാനത്തിന്റെ പാതയിലൂടെ നടക്കാൻ തുടങ്ങിയ ഇസ്രയേലിൽ നിന്ന് ചൊറിഞ്ഞ് അടി വാങ്ങാനുള്ള തീരുമാനമാണ്. നേരത്തെ തന്നെ വളരെ വ്യക്തമായി വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ബൈഡൻ കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. സ്വയം രക്ഷയ്ക്ക് തിരിച്ചടിക്കാൻ ഇസ്രായേലിന് പൂർണ്ണ അനുവാദമുണ്ട് എന്നായിരുന്നു. ഇപ്പോഴിതാ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറിനകം തന്നെ കയ്യും കാലും അടക്കി വെച്ചുകൊണ്ടിരിക്കാതെ അതിനെ വെറുതെ ചൊറിഞ്ഞ് അടിവാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ഒരു സംഘം. വെടിനിർത്തൽ കരാർ ആരംഭിച്ച മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ലംഘിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രായേലിന്റെ തെക്കൻ മേഖലകളിലേക്ക് ഹിസ്ബുള്ള ഭീകരർ നുഴഞ്ഞു കയറിയതാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. ബുധനാഴ്ചയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും ചേർന്ന വെടിനിർത്തൽ കരാറിൽ ധാരണ ആയത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളിലും കുടുങ്ങിക്കിടന്നവർ അതിർത്തി വഴി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഹിസ്ബുള്ള ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്നാണ് പ്രതിരോധ സേന അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഇത്തരമൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ആ വാർത്തകൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അതായത് എങ്ങനെയാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ആളുകളെ തിരികെ മറ്റ് രണ്ട് രാജ്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സ്വന്തം രാജ്യത്തേക്ക് എങ്ങനെ കൊണ്ടുവരുമെന്ന ചോദ്യത്തിന് കൃത്യമായി തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിനിടയിലേക്ക് വെടിയുതിർത്തു എന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇസ്രായേൽ വെടിയുതിർത്തു എന്ന് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതായത് അവർ പറഞ്ഞത് ആദ്യം ഒരു അല്പസമയം ഞങ്ങൾക്ക് തരൂ, അതിനുശേഷം ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ കയറി വരിക, ഓരോ ആളുകളെയും ചെക്ക് പോസ്റ്റിൽ നിർത്തി നിർത്തി കൃത്യമായി തന്നെ ഇവർ നമ്മുടെ നാട്ടിലെ ജനമാണോ എന്നടക്കം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് അവരെ നാട്ടിലേക്ക്, അതായത് സ്വന്തം രാജ്യത്തേക്ക് കടത്തിവിടുന്നത്. കാരണം ഇനിയും ഇത്തരം ഒരു നുഴഞ്ഞ കയറ്റക്കാർ വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്ത് തന്നെ ആപത്താണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനത്തെ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടന്ന ചെക്കിങ്ങിൽ നിന്നാണ് നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഹിസ്ബുള്ള സംഘമെന്ന് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളിലും യാതൊരു പ്രകോപനവും സൃഷ്ടിക്കരുത് എന്നാണ് കരാറിലുള്ളത്. ഇതാണ് നുഴഞ്ഞുകയറ്റത്തിലൂടെ ഹിസ്ബുള്ള ലംഘിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ ഇസ്രായേൽ ടാങ്കുകൾ ഉപയോഗിച്ച് പ്രത്യാക്രമണവും നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്രായേലിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ 6 ഇടങ്ങളിലായാണ് ആക്രമണം ഉണ്ടായത്. മർഗബ, അതുപോലെ തന്നെ വസൈനി, ഖർചൗബ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിച്ചിട്ടുണ്ട്. ബ്ലൂ ലൈനിൽ നിന്നും കേവലം 2 കിലോമീറ്റർ മാത്രം അകലെ ആയിട്ടാണ് ഈ ടാങ്കുകൾ ഉള്ളത്. അതിർത്തിയിൽ ഡ്രോൺ നിരീക്ഷണവും തുടരുകയാണ്. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിരന്തര ഇടപെടലിനെ തുടർന്നാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപേ തന്നെ 2 കൂട്ടമാണ് ഹിസ്ബുള്ളകൾ രണ്ടായി പിളർന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് അത് ഒരു കൂട്ടം ഹിസ്ബുള്ളകൾ ഇസ്രായേലിന്റെ പക്ഷത്ത്, അതായത് പൂർണ്ണമായും ഇസ്രായേലിന്റെ പക്ഷത്ത് എന്നല്ല, വെടിനിർത്തൽ വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ച ഒരു കൂട്ടം ഹിസ്ബുള്ളകൾ ഉണ്ടായിരുന്നു. കാരണം ഇനി അവശേഷിക്കുന്ന ജീവൻ വെച്ചെങ്കിലും സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ഹിസ്ബുള്ളകളുണ്ട്. മറുവശത്ത് ഇറാന്റെ അനാവശ്യ പ്രകോപനവും പ്രോത്സാഹനവും കാരണം ഇസ്രായേലിനെ തിരിച്ചടിക്കണമെന്ന് രാത്രിക്ക് രാത്രി ഓതി ഇറാന്റെ ഓതിൽ കേട്ട് അനാവശ്യ വീര്യം കൈക്കൊണ്ട ഒരു കൂട്ടം ആളുകൾ ഉണ്ട്. അത് മറ്റൊരു വിഭാഗമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ആ വിഭാഗത്തിൽ നിന്ന് അങ്ങനെ രണ്ടായി പിളർന്ന 2ാം വിഭാഗത്തിലെ ഹിസ്ബുള്ളകളാണ് ഇപ്പോൾ നുഴഞ്ഞുകയറ്റത്തിന് പിന്നിലെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറുവശത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ലെബനിൽ നിന്ന് കാര്യമില്ല, ഇനി ലെബനിന്റെ മണ്ണിൽ നിന്നൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇസ്രായേലിലേക്ക് പുതിയ ജീവിതവുമായി വരുന്ന ആളുകളാണോ എന്നുള്ള സംശയവുമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാലവർഷാലും വിശ്വസിക്കാൻ കഴിയുകയില്ല. കാരണം എത്ര തന്നെ അവൻ പ്രായച്ചിത്തം കൊണ്ട് അല്ലെങ്കിൽ അവൻ മാറി എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ ഒരു കാരണവശാലും ഇസ്രായേൽ ഏതായാലും തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ വെടിനിർത്തലുകൾ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ പ്രകോപനവുമായി ഹിസ്ബുള്ള വരുമ്പോൾ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള അംഗങ്ങൾ നുഴഞ്ഞു കയറിയെന്ന വാർത്ത തന്നെയാണ് വരുന്നത്. എന്തായാലും 2 പേർക്ക് പരിക്കേറ്റതായ ഒരു വിവരവും വരുന്നുണ്ട്. ബെയ്നാരിയയിലെ ഹിസ്ബുള്ള റോക്കറ്റ് സംഭരണ കേന്ദ്രം ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തകർത്തു. വെടിനിർത്തലിന് പിന്നാലെ സാധാരണക്കാർ തെക്കൻ ലെബനിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. എന്നാൽ നുഴഞ്ഞുകയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ചില മേഖലകളിൽ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ലിറ്റാനി നദിക്ക് തെക്ക് വൈകിട്ട് 5 മുതൽ രാവിലെ 7 വരെ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് നേരെ വെടിവെച്ചു എന്ന് ഹിസ്ബുള്ളയും ആരോപിക്കുകയാണ്. US-ഉം ഫ്രാൻസും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഫലമായി ബുധനാഴ്ചയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഹിസ്ബുള്ള തെക്കൻ ലബനീസ് അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ പിന്മാറി ലിറ്റാനി നദിയുടെ വടക്കോട്ട് പോകണമെന്നാണ് നിബന്ധന. 60 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനിൽ നിന്ന് പിന്മാറും. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44,330 കടന്നിരിക്കുകയാണ്.
അതേസമയം ഇറാനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുമ്പോൾ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായ എല്ലാം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് തുടർന്നാൽ ആണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണവും വരുന്നത്. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായത് എല്ലാം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിന് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യും. ആണവായുധം മറ്റൊരിടത്ത് നിന്ന് വാങ്ങാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ല എന്നും ഇസ്രായേൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യം പറഞ്ഞത്. ലബനനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നെതന്യാഹു വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രായേലിന് നേരെ ഇറാൻ 2 തവണ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളെയും ഇറാൻ ജനറലിന്റെയും മരണത്തിന് പ്രതികാരമായിട്ടായിരുന്നു ആക്രമണം. തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ആണവായുധത്തിൽ മാറ്റം വരുത്തുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞിട്ടുണ്ട്. US ട്രംപ് അധികാരത്തിലെത്താനിരിക്കെ ഇറാൻമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇത്.